നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രാത്രി ഇത്ര വൈകിയൊന്നും ഭക്ഷണം കഴിക്കരുത് മോനെ. ആരോഗ്യം നോക്കേണ്ട പ്രായമല്ലേ ഇത്. ഓരോ അലച്ചിലല്ലേ മുത്തശ്ശി. എന്തിനാ അലയുന്നേ? അലയുന്നൊക്കെ നിത്യക്ക് വേണ്ടിയല്ലേ. ഇവളുടെ ജീവിതം ഏറ്റവും നന്നായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. അതൊക്കെ മുത്തശ്ശിക്ക് അറിയാം. എന്നാലും താൻ ചത്ത് മീൻ പിടിക്കൊന്നും വേണ്ട. അവനവന്റെ ആരോഗ്യം അവനവൻ തന്നെ നോക്കണം. ഒന്നും കൂടി കഴിക്ക് ശരത്തേട്ടാ. മതി മതി, വിശപ്പില്ലാത്തുണ്ട്. സത്യം പറഞ്ഞ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ ഇപ്പൊ തോന്നാറില്ല. വന്ന് കേറുമ്പോ തന്നെ ഓരോരുത്തരുടെ കൂർത്ത നോട്ടവും കുത്തും കോളും വെച്ച വർത്തമാനവും. അതൊന്നും മോൻ കാര്യമാക്കണ്ട. ഇത് മോന്റെയും കൂടെ വീടാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സുധിയുടെ സ്ഥാനത്താ മോൻ. മോൻ കഴിക്കേ. കുറച്ചുകൂടെ ഒഴിക്കാം. നീ പിന്നെ അവിടുന്ന് കഴിച്ചു നിറഞ്ഞിട്ടായിരിക്കും വന്നതല്ലേ? അതെ, വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു. അവിടെ പിന്നെ നല്ലൊരു സെലിബ്രേഷൻ ആയിരുന്നില്ലേ. അത് കലക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും ഒന്നും അങ്ങോട്ട് നടന്നില്ല. കാര്യങ്ങള് ശുഭപര്യവസായി. ചിലരുടെ സാന്നിധ്യം നല്ല ചടങ്ങുകൾക്ക് ശുഭമല്ലെന്ന് പണ്ടുള്ളവര് പറയായിരുന്നു, അല്ലേ മുത്തശ്ശി? അതെ അതെ. നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാനൊരു വിധവയാണല്ലോ. നിന്റെ ഏട്ടന്റെ ഭാര്യയാണെന്ന് ഒരു പരിഗണന പോലും തരാതെയാ നീ ഇപ്പൊ എന്നെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചത്. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ എന്ന ദുഃഖം ഏതൊരു പെണ്ണിന്റെ ഉള്ളില് തറച്ചൊരു മുള്ളാണ്. പിന്നെ വിവരമില്ലാത്ത ചിലരും ഒരുപാട് പ്രായമുള്ള ചില അന്ധവിശ്വാസികളും ഇങ്ങനെയൊക്കെ പലതും പറയും. പക്ഷെ എന്റെ നോട്ടത്തില് ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി. അതുകൊണ്ട് തന്നെ ഇത്തരം കുത്തുവാക്കുകൾ കൊണ്ട് എന്നെ തളർത്താനോ ഇവിടുന്ന് പുകച്ചു പുറത്തു ചാടിക്കാനോ പറ്റത്തില്ല. ഒരാൾക്കും. മനസ്സിലായല്ലോ? ചേർത്തിട്ടും കഴിക്കേ. കഴിക്കുന്ന ചപ്പാത്തിയുടെ എണ്ണം എത്ര കൂട്ടിയാലും അത് നടക്കില്ല. അതെ, കരഞ്ഞു പിഴിഞ്ഞ് നടക്കുന്ന ഒരു വിധവയായിട്ട് എന്നെ ആരും കാണണ്ട. കുത്തുവാക്കുകളുടെ മൂർച്ച എത്ര വേണമെങ്കിലും രാഗി മിനുക്കി കൂട്ടിവെച്ച. അതുകൊണ്ടൊന്നും എന്നെ തളർത്താൻ ആർക്കും കഴിയില്ല.
ദേവിക വെച്ച ക്യാമറയ്ക്ക് എന്റെ വക പൂട്ട്. ഇനി മുതൽ നിന്റെ ഫോണിൽ കിട്ടുന്ന വിഷ്വൽസ് എനിക്കും കൂടെ ഒന്ന് കാണണം. ആ ശരത്തൊരു തലവേദന തന്നെയാ. തലവേദനയ്ക്ക് തല വെട്ടി മാറ്റാൻ പറ്റുമോ സ്വാമി? വെട്ടേണ്ട തല വെട്ടണം. മഹാഭാരതത്തിലൊരു വാചകൻ, ഒരു ശ്ലോക, എത്ര യോഗീശ്വര കൃഷ്ണോ തത്ര പാർത്രോ ധനുദ്ധര. ഇടതുകൈയിൽ കൃഷ്ണനിരിക്കട്ടെ, വലതുകൈയിൽ ഉന്നം തെറ്റാതെ അസ്ത്രവും. അതായത് അർജുനൻ. കില്ലിംഗ് മോഡിലാണല്ലോ സ്വാമി. സ്വാമിക്ക് ജീവിതത്തിൽ ഒന്നുമില്ല, ഒറ്റത്തടി, ഒറ്റ ഉരുളയിലോ ഒരു ഉറക്കത്തിലോ തീരുന്ന ജീവിതം. പക്ഷെ ഭയമാണ് ശരത്തിനെ പോലുള്ള വിഷവിത്തുകളെ കാണുന്നത്. ഒരുത്തൻ തീർന്ന ഒരുപാട് പെൺകുട്ടികളുടെ മാനം രക്ഷപ്പെടുമെങ്കിൽ, ഒരുപാട് അമ്മമാരുടെ കണ്ണീര് വറ്റുമെങ്കിൽ അവൻ അങ്ങ് തീർത്ത് കളയുന്നതല്ലേ നല്ലത്. ഹായ് ഹായ് സിദ്ധാർത്ഥ്, പറയൂ. ഞാൻ വരണോ? ശരി, വരാം. സ്വാമി, ഒരു യാത്രയുണ്ട്. സ്വാമി, നമ്മളിപ്പോ ആരെ കാണാനാ പോകുന്നറിയാം? ഒരു സിദ്ധാർത്ഥന്. അത് പറഞ്ഞിരുന്നല്ലോ. ഒരു സിദ്ധാർത്ഥനെന്ന് പറഞ്ഞ് ഒഴിവാക്കാനാവില്ല. കാരണം സിദ്ധാർത്ഥന്റെ നെഞ്ചിനുള്ളിൽ മിടിക്കുന്നത് ആരുടെ ഹൃദയമാണെന്ന് സ്വാമിക്കറിയോ? നമ്മുടെ സുധിയുടെ.